നമസ്കാരം. ഒരു നോട്ട് നിരോധനം വന്നതോടുകൂടി ജനങ്ങൾ ഒന്ന് പൊറുതിമുട്ടിയതാണ്. എന്നാൽ ഇപ്പോൾ UPI വഴിയൊക്കെ ഇടപാടുകൾ നടക്കുന്നതിനാൽ തന്നെ വീണ്ടും ഒരു നോട്ട് നിരോധനം വന്നാലും അത്ര പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണത്തെ പോലെ നേരിടില്ല. ഇനി UPI ഇടപാടുകളൊക്കെ വർക്ക് ചെയ്തില്ലെങ്കിൽ പണി പാളുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന കാശ് അത് 200-100 രൂപയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഉയർന്ന മൂല്യമുള്ള 500 നോട്ട് കൊണ്ടു നടക്കരുത്. 500 കറൻസി നോട്ട് ചിലപ്പോൾ നിരോധിച്ചേക്കാമെന്നാണ് തോന്നുന്നത്. കേൾക്കുമ്പോൾ വീണ്ടും നിരോധനമോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ അതിന് സാധ്യതയുണ്ട്. 1000 രൂപ നോട്ട് എവിടെ പോയി? 1000 രൂപയുടെ നോട്ട് നിരോധിച്ചതിന് ശേഷം പിന്നീട് അത് ഇറക്കിയിട്ടില്ലല്ലോ. ഇനി 2000 രൂപയുടെ നോട്ട് എവിടെ പോയി? 2000 രൂപ നോട്ട് ഇപ്പോൾ കിട്ടാനേ ഇല്ല. അത് പിൻവലിച്ചതായിട്ട് അറിയിപ്പുകളൊന്നും തന്നെയില്ല. കാരണം ബാങ്കുകളിൽ നമ്മൾ കൊടുത്ത നോട്ടുകളൊക്കെ തന്നെ ബാങ്കുകൾ അത് അങ്ങോട്ട് തിരിച്ചെടുത്തു. അവ പുതിയ ട്രാൻസാക്ഷന് വേണ്ടി വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ഫലത്തിൽ 2000 രൂപ നോട്ട് ഇപ്പോൾ ഇല്ല. ഈ 1000 രൂപ നോട്ടിൻ്റെ കാര്യവും ഇങ്ങനെയായിരുന്നു. അതായത് ഹൈ വാല്യൂ നോട്ടുകൾ കള്ളപ്പണ ഇടപാടുകൾക്ക് സഹായിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിരോധിക്കണമെന്നാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പോളിസി. അതുകൊണ്ടാണ് നോട്ട് നിരോധനം 2016 നവംബർ 8-ാം തീയതി വന്നത്. രാജ്യത്തെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു നോട്ട് നിരോധനം. അങ്ങനെ ഹൈ വാല്യൂ നോട്ട്സ് നിരോധിക്കുക എന്നുള്ളത് കള്ളപ്പണത്തെ കർബ് ചെയ്യാനുള്ള ഒരു പോളിസിയാണ്. അങ്ങനെയാണ് 1000 രൂപ നിരോധിച്ചിട്ട് 2000 രൂപ ഇറങ്ങിയത്. എന്നാൽ 2000 നോട്ടുകൾ ഇറക്കിയപ്പോൾ തന്നെ പല ആളുകളും പറഞ്ഞിരുന്നു ഇതിൻ്റെ ആയുസ്സിൻ്റെ കാര്യത്തിൽ വലിയ താമസമില്ല എന്ന്. ഇത് വളരെ പെട്ടെന്ന് നിരോധിക്കപ്പെടുമെന്ന്. ഈ നോട്ടുകൾ പിൻവലിക്കപ്പെടും എന്ന് പറയാനായിട്ട് ചില പ്രധാന കാരണങ്ങളുണ്ടായിരുന്നു. കാരണം ആ നോട്ടിൻ്റെ കളർ പെട്ടെന്ന് ഫെയ്ഡായി പോകുമായിരുന്നു. മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരുന്നു. പലരും പോക്കറ്റിൽ 2000 രൂപ നോട്ടുകൾ ഇട്ടാൽ അതിൻ്റെ ആ വയലറ്റ് നിറം അത് ഷർട്ടിലൊക്കെ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങളാൽ ഇത് ദീർഘനാളത്തേക്ക് ഇറക്കിയ ഒരു നോട്ടല്ല എന്ന് മിക്ക ആളുകളും അന്നേ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 2000 രൂപ നോട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ബാങ്കിൽ കൊടുത്താൽ അങ്ങോട്ട് ബാങ്ക് എടുത്താൽ പിന്നെ ആ സാധനം പുറത്തോട്ട് തിരികെ വരില്ല. അതുപോലെയാണ് ഇപ്പോൾ 500 രൂപ നോട്ടിൻ്റെ അവസ്ഥയും. 500 രൂപ നോട്ടുകളും കാര്യത്തിലും ഹൈ വാല്യൂ നോട്ട് ഉപയോഗിച്ചിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ വർദ്ധിക്കുന്നുവെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം സർക്കാർ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ റെയ്ഡിന് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ അയാൾ ജനലിലൂടെ 2 കോടി രൂപയുടെ നോട്ട് പുറത്തേക്ക് എറിഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിന് കുറച്ച് നാൾ മുൻപ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായി, കത്തിക്കരിഞ്ഞതാകട്ടെ കോടിക്കണക്കിന് രൂപയുടെ 500 രൂപ നോട്ടുകൾ എന്നായിരുന്നു വന്ന വാർത്ത. അപ്പോൾ ഈ 500 രൂപയുടെ നോട്ട് ആകെ കുഴപ്പം പിടിച്ചതാണ്. അത് ഉപയോഗിച്ചുള്ള കള്ളപ്പണ ഇടപാടുകൾ ഇപ്പോഴും പരിമിതമായിട്ടുള്ള തോതിലാണെങ്കിലും നടക്കുന്നുണ്ട്. അതുകൂടെ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് മോദി സർക്കാരിൻ്റെ നയം. 500 രൂപ നോട്ടുകൾ അടിയന്തരമായിട്ട് നിരോധിക്കണമെന്ന് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയുണ്ടായി. 500 രൂപ നോട്ടുകൾ അടിയന്തരമായിട്ട് പിൻവലിക്കണം, നിരോധിച്ചില്ലെങ്കിൽ പിൻവലിക്കലെങ്കിലും വേണം. നോട്ട് നിരോധിക്കുക എന്ന് പറയുമ്പോൾ അത് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടായി മാറാനിടയുണ്ട്. കാരണം വീണ്ടും ഒരു നോട്ട് നിരോധനം എന്നൊക്കെ പറയുമ്പോൾ രാജ്യത്ത് വലിയ രീതിയിലുള്ള ബഹളങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാവാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുക, 500 രൂപ നോട്ടുകൾ പതിയെ ബാങ്കുകളിലേക്ക് എത്തുന്ന മുറയ്ക്ക് പിൻവലിക്കുക. ആ നോട്ടുകൾ പുറത്തേക്ക് വിടാതിരിക്കുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അങ്ങനെയൊന്നും ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി ഈ വാർത്ത എന്നുള്ള ഒരു ചോദ്യമായിരിക്കാം ഒരുപക്ഷെ ഈ വീഡിയോയ്ക്ക് താഴെ ഉയരുക. എന്നാൽ വാർത്തകളിൽ പറയണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മളിവിടെ വളരെ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത ദിവസം ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. RBIയുടെ 2 പ്രധാനപ്പെട്ട കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ 2 കണക്കുകളും ഒപ്പം ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന NDA സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഒരു നെടുന്തൂണായിട്ടുള്ള വ്യക്തി. കാരണം TDP എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് അവർ NDA മുന്നണിയിൽ. അതുകൊണ്ട് തന്നെ ആ ഘടകകക്ഷിയുടെ നേതാവ് പറയുന്ന ഒരു വാക്ക് അത് വെറും വാക്കാവില്ല. നായിഡുവിൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷൻ അത് കിട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ചില സ്വാധീനങ്ങൾ ചെലുത്താനായിരിക്കാം ഈ 500 രൂപ നോട്ട് പിൻവലിക്കണമെന്ന് ചന്ദ്രബാബു നായിഡു ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടാകുക. ഇക്കാര്യം വളരെ കൃത്യമായി അടിവരയിട്ട് ഇവിടെ വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി RBIയുടെ പ്രധാനപ്പെട്ട ആ 2 കണക്കുകൾ കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോൾ ജൂൺ 2-ാം തീയതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ കണക്ക് അതായത് കഴിഞ്ഞ മെയ് 31 വരെ ഒറ്റ മാസം ഇന്ത്യയിൽ എത്ര രൂപയുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ പേ, പേടിഎം തുടങ്ങിയ ഇടപാടുകളിലൂടെ എത്ര ഇടപാടുകൾ നടന്നിട്ടുണ്ട്, എത്ര രൂപയുടെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്നുള്ള കണക്കാണ് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 25 ലക്ഷത്തോളം കോടി രൂപയുടെ ഇടപാടുകളാണ് ഈ UPI ആപ്പുകൾ വഴിയൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഏപ്രിലാകട്ടെ 23.9 ലക്ഷം കോടി രൂപയായിരുന്നു. അതായത് ഏപ്രിലേക്കാളും കൂടുതലാണ് മെയ്യിൽ നടന്നത്. അപ്പോൾ മിക്കവാറും ഇന്ത്യയിലെ ട്രാൻസാക്ഷൻ മുഴുവൻ നടക്കുന്നത്
ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വഴിയാണെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിനൊപ്പം തന്നെ റിസർവ് ബാങ്ക് മറ്റൊരു കണക്ക് കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ കറൻസിയുടെ സർക്കുലേഷൻ, അതായത് മെയ് മാസത്തിൽ 21.1 ലക്ഷം കോടി രൂപയുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നെങ്കിൽ കറൻസി ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതാകട്ടെ 36.86 ലക്ഷം കോടി രൂപയുടേതാണ്. അതേതാണ്ട് 11 ലക്ഷം കോടി രൂപയുടെ ഇടപാട് പണം ഉപയോഗിച്ച്, കറൻസി ഉപയോഗിച്ച് ഡിജിറ്റൽ ഇടപാടിനേക്കാൾ കൂടുതൽ നടന്നു. അതായത് ഇപ്പോഴും UPI ട്രാൻസാക്ഷനേക്കാളും കൂടുതൽ നടക്കുന്നത് പണമിടപാടാണ്, അതായത് കറൻസി ട്രാൻസാക്ഷനാണ്. എന്നാൽ കേന്ദ്രം ഇത് ആഗ്രഹിക്കുന്നില്ല. കേന്ദ്രം ഇത് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. കേന്ദ്രത്തിൻ്റെ ഒരു പോളിസിയായി ആളുകൾ ഇക്കാര്യത്തെ വ്യാഖ്യാനിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നത് പണം, അതായത് റിയൽ കറൻസിയുടെ ട്രാൻസാക്ഷൻ വളരെ കുറയ്ക്കുക, അത് നോമിനലാക്കുക, എന്നിട്ട് ഒരു പേപ്പർലെസ് കറൻസിയിലേക്ക് മാറുക എന്നൊരു ലക്ഷ്യം കേന്ദ്രത്തിനുണ്ട്. ഇതാണ് ചില സാമ്പത്തിക വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് അവകാശപ്പെടുന്നത്. എന്നാൽ തന്നെയും നമ്മുടെ രാജ്യത്ത് ഡിജിറ്റലൈസേഷൻ ഇത്രയധികം വന്നിട്ടും ഡിജിറ്റലൈസേഷനേക്കാളും ഏതാണ്ട് 11-12 ലക്ഷം കോടി രൂപയുടെ ഇടപാട് ഓരോ മാസവും കൂടുതൽ നടക്കുന്നുവെന്ന് പറഞ്ഞാൽ കേന്ദ്രം നിശ്ചയിച്ച അവരുടെ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നില്ല എന്നൊരു സൂചനയാണ് ഇത് തരുന്നത്. അതുമാത്രമല്ല, ഇതിൽ ഈ ഇടപാടുകൾ നടന്ന 36.86 ലക്ഷം കോടിയിൽ 41% ഇടപാട് നടന്നിരിക്കുന്നത് 500 നോട്ട് ഉപയോഗിച്ചിട്ടാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ 36.86 ലക്ഷം കോടിയിലെ മൊത്തം വാല്യൂവിൻ്റെ 86% 500 രൂപ നോട്ടുകൾ ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നത്. ഇതിലൂടെ വ്യക്തമാകുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഇടപാടുകൾ നടക്കുന്നത് 500 രൂപ നോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് എന്നതാണ്. അപ്പോൾ മൂല്യം കൂടിയ ഈ നോട്ട് ഉപയോഗിച്ച് വലിയ തോതിൽ വ്യാപകമായിട്ട് ഇടപാടുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ കള്ളപ്പണത്തിലേക്കും മറ്റ് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്കും വേണ്ടി ഈ പണം ഉപയോഗിക്കപ്പെടുന്നുണ്ടാവാം എന്നതിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ തെളിഞ്ഞു വരുന്നത്. കാരണം വലിയ പണമിടപാടുകൾ നടത്താൻ ആളുകൾക്ക് വലിയ മൂല്യമുള്ള നോട്ടുകൾ തന്നെ വേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചെറിയ നോട്ടുകളാണ് ഉള്ളതെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു 1 കോടി രൂപ വേണം, അല്ലെങ്കിൽ ഒരു 10 കോടി രൂപയുടെ ഇടപാട് നടത്തണമെങ്കിൽ 100 രൂപ നോട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രക്ക് വിളിച്ചുകൊണ്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ചെറിയ കറൻസി നോട്ടുകളാകുമ്പോൾ അത് എണ്ണാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, ഇനി അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ എന്നാ ചെയ്യും? ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, കൂടിയ മൂല്യമുള്ള നോട്ടുകൾ ഉണ്ടായാൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കുറയും. അതുകൊണ്ട് 500 രൂപ നോട്ട് ഇനിയും വിപണിയിൽ ഉണ്ടാവണമോ എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്തരം ഒരു ചോദ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരു സംശയം 500 രൂപ നോട്ടിൻ്റെ ആയുസ് തീർന്നോ എന്നത് വരുന്നത്. അതുകൊണ്ടാണ് ഇനിയും നമുക്ക് ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ വേണമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ചന്ദ്രബാബു നായിഡു ഇവിടെ ഉന്നയിക്കുന്നത്. കാരണം ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകൾക്ക് പഴയ 1000 രൂപയുടെ 2000 രൂപയുടെയൊക്കെ സ്ഥാനത്തേക്ക് പകരം ഇപ്പോൾ കയറി നിൽക്കുന്നത് ഈ 500 രൂപ നോട്ടുകളാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ 500 രൂപ നോട്ട് വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായേക്കാമെന്നാണ് ഈ റിസർവ് ബാങ്ക് റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി രണ്ടാമതായിട്ട് RBIയുടെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. RBIയുടെ ആ സർക്കുലർ പറയുന്ന കാര്യം, ഇനി എല്ലാ ATMകളിലും ഈ ജൂൺ മുതൽ ആവശ്യത്തിന് 100 രൂപ 200 രൂപ നോട്ടുകളുടെ കസറ്റുകൾ അത് സ്ഥാപിക്കണമെന്നാണ്. ഇന്നലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശവും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് വളരെ പെട്ടെന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ പല ATMകളിലും പോയാൽ കിട്ടുന്നതാകട്ടെ 500 നോട്ടാണ്. 100, 200 കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് പകരം 100ൻ്റെയും 200ൻ്റെയും നോട്ടുകൾ ഈ ജൂൺ മാസം മുതൽ വ്യാപകമാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ച സർക്കുലർ ഇപ്പോൾ ബാങ്കുകൾക്കും അതോടൊപ്പം തന്നെ ATMകൾക്കും ATM നടത്തുന്ന ഏജൻസികളുണ്ട് അവർക്കുമൊക്കെ തന്നെ എത്തിയിരിക്കുകയാണ്. ഇവർക്കൊക്കെ RBIയുടെ സർക്കുലർ ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ATMകളിൽ 100, 200 നോട്ടിൻ്റെ ലഭ്യത ഉറപ്പാക്കണമെന്നാണ് ആ സർക്കുലർ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി ഒന്ന് കൂട്ടി വായിച്ച് നോക്കിയാൽ സംഗതി പിടികിട്ടും. ഒന്നാമതായിട്ട് ഇവിടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആവശ്യം 2 ഡിജിറ്റൽ ട്രാൻസാക്ഷനേക്കാളും മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് മണി ട്രാൻസാക്ഷനാണ്. അപ്പോൾ ആ മണി ട്രാൻസാക്ഷനിലെ വാല്യൂവിൻ്റെ 86% 500 നോട്ടാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 500 നോട്ട് ഉപയോഗിച്ച് വൻതോതിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപക്ഷെ കണക്കിൽ വരുന്നുണ്ടാകില്ല. അതിപ്പോഴും തങ്ങളുടെ സ്ക്രീനിൽ റഡാറിൽ കൊണ്ടുവരാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നൊരു തോന്നൽ ഒരുപക്ഷെ റിസർവ് ബാങ്കിനുണ്ട്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഈ മാസം മുതൽ എല്ലാ ATMകളിലും വ്യാപകമായിട്ട് ഈ പറയുന്ന 100ൻ്റെയും 200ൻ്റെയും നോട്ടുകളാണ് വരാൻ പോകുന്നതെങ്കിൽ ഫലം എന്തായിരിക്കുമെന്ന് വെച്ചാൽ, ഈ കാലക്രമേണ 2000 രൂപ നോട്ട് പോയതുപോലെ ഈ 500 നോട്ടും അപ്രത്യക്ഷമാക്കാൻ പോവുകയാണ് എന്ന് ഈ റിപ്പോർട്ടുകൾ പ്രകാരം ആരെങ്കിലും ഊഹിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ 500 രൂപ നോട്ട് നിരോധിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിൻവലിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ വാർത്ത എന്ന് ചോദിക്കുന്നവരോട് ഒന്നേ പറയാൻ സാധിക്കൂ, നമുക്കിവിടെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ അതെല്ലാം കൂടി കൃത്യമായി താരതമ്യം ചെയ്ത് പരിശോധിച്ചാൽ ഇത്തരത്തിലൊരു ഉത്തരത്തിലേക്കാണ് എത്തുക. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ 500 രൂപ നോട്ടിൻ്റെ കാര്യത്തിൽ
ഒരു തീരുമാനമാകുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.